മൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് കളഞ്ഞിട്ടേക്കണ പഴയൊരു PVC പൈപ്പ് കൊണ്ട് ഒരു അടിപൊളി ടൂൾ ബോക്സ് ഉണ്ടാക്കണതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ടൂൾ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി പഴയൊരു PVC പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളത് 6 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളുണ്ടാക്കാൻ പോകുന്ന PVC പൈപ്പിൻ്റെ ലെങ്ത് എത്രയാണോ ആവശ്യം നമ്മളത് അനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 40 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത ശേഷം മാർക്കിങ് ഒരു കട്ടി പേപ്പർ വെച്ച് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്ത സൈഡൊക്കെ സാൻഡ് പേപ്പർ വെച്ചൊന്ന് മിനുക്കിയെടുക്കാം. മിനുക്കിയെടുത്ത ശേഷം ആദ്യം തന്നെ PVC പൈപ്പിന് 4 കാല് സെറ്റ് ചെയ്ത് കൊടുക്കണം. PVC പൈപ്പ് ഇരിക്കുമ്പോൾ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി വീഡിയോ കാണുന്നത് പോലെ PVC പൈപ്പിലൊരു സ്ട്രെയിറ്റ് മാർക്കിംഗ് ഉണ്ട്. മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടും മേളിലോട്ടും 4 സെൻറ്റിമീറ്റർ 2 സൈഡിലും മാർക്ക് ചെയ്ത് ഹോളിട്ട് കൊടുക്കണം. നമ്മളിവിടെ ഹോളിടുന്നത് 6mm ബിറ്റ് ഉപയോഗിച്ചാണ് ഹോളിടുന്നത്. 4 പോർഷനിലും ഹോളിട്ട ശേഷം വീഡിയോ കാണുന്നത് പോലെ 6 നെറ്റ് ബോൾട്ട് എടുത്ത് ഉള്ളിൽ നിന്നും ബോൾട്ട് ഇട്ട് പുറത്ത് നെറ്റ് ഇട്ട ശേഷം 10 സ്പാനർ വെച്ച് 4 സൈഡും ടൈറ്റ് ചെയ്തെടുക്കാം. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് ഇരുത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് സ്റ്റാൻഡ്. അതിനുശേഷം ടൂൾ ബോക്സിൻ്റെ ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ കാണുന്നത് പോലെ 2 സൈഡിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്നത് പോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയ 2 വിജാഗിരി എടുത്ത് മേളിലെ പോർഷനിൽ വീഡിയോ കാണുന്നത് പോലെ 4 സൈഡും മാർക്ക് ചെയ്ത് ഹോളിട്ടെടുക്കണം. എല്ലാ പോർഷനിലും ഹോളിട്ട ശേഷം ഹോളെല്ലാം മിനുക്കിയെടുക്കണം. മിനുക്കിയെടുത്ത ശേഷം മാർക്ക് ചെയ്ത പോർഷൻ വീഡിയോ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം തള്ളി നിൽക്കുന്ന എഡ്ജെല്ലാം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് മിനുക്കിയെടുക്കാം. എല്ലാ സൈഡും മിനുക്കിയെടുത്ത ശേഷം പഴയൊരു ഫ്ലൈവുഡ് കഷ്ണം ആവശ്യമുണ്ട്. വീഡിയോ കാണുന്നത് പോലെ പ്ലൈവുഡിൻ്റെ മുകളിലോട്ട് നമ്മുടെ PVC പൈപ്പ് എടുത്ത് വെച്ച് രണ്ട് സെക്ഷനായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ശേഷം ഫ്ലൈവുഡ് വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത 2 ഫ്ലൈവുഡിൻ്റെ റൗണ്ട് പീസ് നമ്മൾ വീഡിയോ കാണുന്നത് പോലെ PVC പൈപ്പിൻ്റെ 2 സൈഡും സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ടൂൾസൊക്കെ ഇടുമ്പോൾ തള്ളി പോകാണ്ടിരിക്കാൻ വേണ്ടി വീഡിയോ കാണുന്നത് പോലെ PVC പൈപ്പിൻ്റെ മേളിലും അടിയിലുമായിട്ട് 2 സെൽ സ്ക്രൂവും കൂടെ അടിച്ചു കൊടുക്കാം. 2 സൈഡും സെൽ സ്ക്രൂ ഉപയോഗിച്ച് സ്ട്രോങ് ആക്കിയ ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിജാഗിരിയുടെ ഹോളിൽ വിജാഗിരി വെച്ച് 4mm നെറ്റ് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോ കാണുന്ന പോലെ 2 സൈഡും വിജാഗിരി സെറ്റ് ചെയ്ത ശേഷം ടൂൾ ബോക്സ് എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പഴയൊരു അലൂമിനിയത്തിൻ്റെ ഹാൻഡിലും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത് വിജാഗിരിയുടെ ഹോളിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെറ്റ് ബോൾട്ട് ഇട്ട ശേഷം വീഡിയോ കാണുന്നത് പോലെ എല്ലാ നെറ്റ് ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ നെറ്റ് ബോൾട്ടും ടൈറ്റ് ചെയ്ത ശേഷം വീഡിയോ കാണുന്നത് പോലെ ടൂൾ ബോക്സിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന PVCയുടെ കവർ എടുത്ത് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ടൈറ്റ് ചെയ്തെടുത്ത ശേഷം ടൂൾ ബോക്സിന് ലോക്ക് സെറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന പോലെ ഒരു ലോക്ക് എടുത്ത് അതിന് സൂട്ടാവാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി എടുക്കണം. വീഡിയോ കാണുന്ന പോലെ ബെൻഡാക്കി എടുത്ത ശേഷം ടൂൾ ബോക്സിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. താഴെയും മേളിലും മാർക്ക് ചെയ്തെടുത്ത ശേഷം ഹോൾ ഇട്ടെടുക്കണം. 6mm ഹോളാണ് ഇവിടെ ഇടുന്നത്. 4 സൈഡും ഹോൾ ഇട്ട ശേഷം ലോക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൂൾ ബോക്സ് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ടൂൾ ബോക്സിൻ്റെ കവറിന് റെഡ് സ്പ്രേ പെയിൻറ്റും ഹാൻഡിലിന് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റും അതുപോലെ തന്നെ ടൂൾ ബോക്സിന് യെല്ലോ സ്പ്രേ പെയിൻറ്റുമാണ് അടിച്ചു കൊടുക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്ത ശേഷം നന്നായി ഉണങ്ങിയ ശേഷം ടൂൾ ബോക്സ് ആദ്യം സെറ്റ് ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം.
ടൂൾ ബോക്സിൻ്റെ ലോക്ക് സെറ്റ് ചെയ്ത ശേഷം എല്ലാ നെറ്റ് ബോൾട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടൂൾ ബോക്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടൂൾസ് ഒന്ന് ഇട്ട് നോക്കാം. എല്ലാ ടൂൾസും കയറുമെന്ന്. പ്ലാസ്റ്റിക് കവറിലാണ് കൊണ്ടുനടക്കുക ടൂൾസ് എല്ലാം അതിൻ്റെ അകത്തോട്ട് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് സ്പാനർ, സ്പിരിറ്റ് ലെവൽ, ചിസിൽ, അഡ്ജസ്റ്റബിൾ സ്പാനർ, എല്ലാ സാധനവും അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് സൂട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.